ബൃന്ദ. അങ്ങനെ 8 എപ്പിസോഡുകളുള്ള ഒരു ഏകദേശം 40 മിനിറ്റോളമുള്ള ബൃന്ദ എന്ന സീരീസ് നമ്മൾ സോണി ലിവിലൂടെ വന്നിട്ടുണ്ട്. സോ എനിക്ക് അതിൻ്റെ ഒരു ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം അത്യാവശ്യം നല്ല കണ്ടിരിക്കാനും ഭാഗത്തിനുള്ള നല്ലൊരു സീരീസാണ്. കാരണം ഈ 8 എപ്പിസോഡുകൾ വേണമെങ്കിൽ ഒറ്റ സ്ട്രെച്ചിൽ കാണാൻ പറ്റും. പക്ഷേ നമ്മുടെ സമയപരിധി മൂലം ഈ 8 എപ്പിസോഡ് ഇങ്ങനെ കുറച്ചായിട്ടാണ് കാണാൻ പറ്റിയത്. ഇതിൽ തുടക്കത്തിൽ നമ്മുടെ നായികനെ കാണിക്കേണ്ട ബൃന്ദ തൃഷയാണ് ആ റോൾ ചെയ്തിരിക്കുന്നത്. പുള്ളിക്കൊരു പാസ്റ്റിൽ നടന്നൊരു കാര്യങ്ങൾ എപ്പോഴും ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ആ ട്രോമയിലാണ് ജീവിക്കുന്നത്. ആൾ SI ആണ്. ആ ഓഫീസിൽ പോലീസ് സ്റ്റേഷനിൽ മറ്റുള്ള ഓഫീസർമാർ അങ്ങനെ പുള്ളിയെ ഭയങ്കര ഒരു ഒതുക്കിയ പോലെയാണ്. ആൾ വരുന്നു, ആളുടെ ജോലി ചെയ്യുന്നു, പോകുന്നു. അത്തരത്തിലുള്ളൊരു തുടക്കത്തിൽ കാണിക്കുന്നുണ്ട്. ക്യാരക്ടറെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. പിന്നീട് ഒരു മർഡർ നടക്കുക. ആ മർഡർ എങ്ങനെ ഈ ബൃന്ദ എന്ന ക്യാരക്ടറുമായിട്ട് ആ ക്യാരക്ടർ ആ കേസ് ഏറ്റെടുക്കുന്നതോടെ വരുന്ന മാറ്റങ്ങളും ആ കേസിൻ്റെ പുരോഗതികളുമാണ് ഈ സീരീസ് കാണിക്കുന്നത്. നമ്മൾ ത്രൂ ഔട്ട് ഫസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കുറേയധികം സിനിമകളിലും സീരീസുകളിലും കണ്ടിട്ടുള്ള ഒരു സീരിയൽ കില്ലർ, ഒരു സൈക്കോ കില്ലർ തുടങ്ങിയ കാര്യങ്ങൾ അതേപടി കാണിക്കാൻ തന്നെയാണ് ഇവിടെയും നോക്കിയിട്ടുള്ളത്. തുടരെ ഒരേപോലത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് കണ്ടു ശീലിച്ച കുറേ സീനുകൾ അല്ലെങ്കിൽ സിറ്റുവേഷൻസ് എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. എങ്കിലും ഒട്ടും ബോറടിപ്പിക്കാതെ തന്നെ ഓരോ സീരീസും അടുത്തത് എന്തായിരിക്കും എന്നുള്ള ഒരു മടുപ്പ് തോന്നാത്ത വിധം ഓരോ സീരീസും എനിക്ക് കാണാം. അടുത്ത എപ്പിസോഡ് ഉടനെ കാണണം, അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡ് നോക്കട്ടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് തോന്നുന്ന ഒരു സീരീസ് ആയിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട തൃഷൻ്റെ പ്രകടനം തന്നെയാണ്. കാരണം നമുക്കറിയാം, റീസെൻ്റ് ആയിട്ടാണെങ്കിൽ ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ആക്ട്രസ് കുറേ പേരൊക്കെ പോലീസ് വേഷത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ത്രൂ ഔട്ട് ചെയ്തിട്ടില്ല. കാരണം ചെയ്തു വെച്ചിടത്ത് അത്രയ്ക്ക് മെച്ചമില്ലാത്തതുകൊണ്ടായിരിക്കണം. പക്ഷേ ഞാൻ ശരിക്കും ഒരു ഷോക്കിംഗ് ആയിരുന്നു. കാരണം ഫസ്റ്റ് ടൈമാണ് നമ്മൾ തൃഷ ഒരു പോലീസ് റോളിൽ ചെയ്യുന്നത്. അത് ഗംഭീരമായിട്ട് തന്നെ വളരെ സട്ടിലായിട്ട് ആ ക്യാരക്ടർ അബ്സോർബ് ചെയ്ത് ഒട്ടും വെറുപ്പിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ ഓവർ ആക്ട് ചെയ്യാതെ വളരെ അധികം മികച്ച രീതിയിൽ തന്നെ തൃഷ ആ റോള് കൈകാര്യം ചെയ്തിട്ടുണ്ട്. കാരണം ആ പോലീസ് കോപ്പിൻ്റെ റോള് തൃഷയ്ക്ക് പക്ക ആപ്റ്റായിരുന്നു. ഒപ്പം നമ്മളെ സർപ്രൈസ് ചെയ്തുകൊണ്ട് ഇന്ദ്രജിത്ത് സുകുമാരൻ പുള്ളിയുടെ ഒരു നല്ലൊരു പ്രകടനം സീരീസിലുണ്ട്. കാരണം ഈ സീരീസ് കാണാൻ കാരണം തൃഷൻ്റെ ഒരു സീരീസ് ആണെന്നുള്ളതാണ്. ഞാൻ അതിന് കാസ്റ്റോ ക്രിയോ ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് കണ്ടു. ആദ്യത്തെ ടൈറ്റിൽ കാർഡ് ഇടുമ്പോൾ ഉള്ള ഇന്ദ്രജിത്ത് സുകുമാരൻ എന്ന് കണ്ടപ്പോഴാണ് ഞാൻ സത്യത്തിൽ പുള്ളി ഉണ്ടോ എന്ന രീതിയിൽ അങ്ങനെ പുള്ളിയുടെ കഥാപാത്രത്തെ നോക്കുന്നു. അങ്ങനെ പുള്ളിയുടെ കഥാപാത്രമായാലും ഇതിൽ വളരെ കുറച്ച് കഥാപാത്രങ്ങൾക്ക് വളരെയധികം കൂടുതൽ സ്ക്രീൻ ടൈം ഉണ്ട്. അവരുടെ ക്യാരക്ടറൊക്കെ വളരെ നല്ല രീതിയിൽ എഴുതി ഭയങ്കര ആർക്കുള്ള ക്യാരക്ടേഴ്സാണ്. ഓരോരുത്തർക്കും ഒരു വ്യക്തമായ യുണീക്കായുള്ള ക്യാരക്ടറൈസേഷൻ ഉണ്ട്. അവരുടേതായിട്ടുള്ള ക്യാരക്ടർ ഉണ്ട്. അത് അവർ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുമുണ്ട്. സോ ഒരു പുതുമ നിറഞ്ഞ ഒന്ന് പറയാനില്ലെങ്കിൽ പോലും നമ്മൾ കുറേയധികം സീരിയസ് സിനിമയിൽ കണ്ട കാര്യങ്ങൾ ഏകദേശം കേസന്വേഷണം, സൈക്കോ കില്ലർ, പുള്ളിയുടെ ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ തന്നെ പോകുന്നതാണെങ്കിൽ പോലും എന്തോ ഒരു പിടിച്ചിരുത്താൻ പറ്റുന്ന ഒന്ന് ഈ സീരീസിലുണ്ട്. ഒപ്പം ഈ മതപരമായിട്ടുള്ളതും വളരെയധികം അന്ധവിശ്വാസങ്ങൾ, ഒരു ചെറിയൊരു അന്ധവിശ്വാസം എങ്ങനെ ഒരാളുടെ ജീവിതം അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ ജീവിതം മാറ്റിമറിക്കുന്നു എന്നുകൂടെ ഇതിൽ വളരെ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് ഇതൊരു ത്രില്ലറായിട്ട് എടുത്തിട്ടുണ്ട്. വളരെയധികം ഇമോഷണലി വളരെയധികം എന്താ പറയുക, ഇമോഷണലിയും ഭയങ്കര ഒരു സോളുള്ള ക്യാരക്ടറാണ് ബൃന്ദ. അത് തൃഷ നന്നായി ചെയ്തിട്ടുണ്ട്. ഇന്ദ്രജിത്ത് ആയാലും ആ ക്യാരക്ടറൈസേഷൻ ഭയങ്കര അടിപൊളിയായിരുന്നു. സോ നല്ല മ്യൂസിക്കൊക്കെ അടിപൊളിയാണ്. അതിൻ്റെ ടൈറ്റിൽ ഇടുമ്പോൾ ഒരു മ്യൂസിക് ഉണ്ട്, അത് ഭയങ്കര ഒരു ഹുക്ക് ചെയ്യുന്ന പോലെയാണ്. ആ സീരീസിലോട്ടൊരു ഹുക്ക് കൊടുക്കുക എന്നുള്ള പറഞ്ഞ പോലെ ടെക്നിക്കൽ സൈഡായാലും എല്ലാം കൊള്ളായിരുന്നു. ഒരു ബോറടിക്കാതെ കണ്ടിരിക്കാവുന്ന ഒരു ഡീസൻറ്റ് സീരീസ് ആണ് ബൃന്ദ. അപ്പോൾ പോയി കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.